ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടലമാവ് ലഡു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യാം. അപ്പോൾ റെസിപ്പീസ് ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ആദ്യം അടുപ്പത്ത് ഒരു ഉരുളിയോ അല്ലെങ്കിൽ വരട്ടാൻ പറ്റിയ നല്ല കനമുള്ള ഒരു പാത്രമോ വെച്ച് തീ കത്തിക്കുക. ഉരുളി ചൂടാവുമ്പോ ഇതിലേക്ക് 1/3 കപ്പ് നെയ്യ് ഒഴിക്കുക. ഒരു കപ്പിന്റെ 1/3 ഭാഗം നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടാവുമ്പോ ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർക്കുക. 1 കപ്പ് കടലമാവിനാണ് ഞാൻ 1/3 കപ്പ് നെയ്യ് എടുത്തത്. ഇതിനി തീ ഏറ്റവും കുറച്ച് വെച്ച് ഇളക്കി വരട്ടിയെടുക്കാം. ഇത് ആദ്യം ഇങ്ങനെ കട്ട പോലെ ഉണ്ടാവും, പിന്നെയും കുറച്ച് സമയം ഇളക്കി വരട്ടാം. തീ ഏറ്റവും കുറച്ച് വെച്ച് ചെയ്യണം. ഇപ്പോ ഇത് ഇളക്കി വരട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 8 മിനിറ്റ് ആയി. അപ്പോഴത്തേക്കും ഇത് കുറച്ച് ലൂസായി. നേരത്തെ ആദ്യം കുറച്ച് കട്ട പോലെ ഉണ്ടായി, ഇപ്പൊ കുറച്ച് ലൂസായി തുടങ്ങി. ഇനി കുറച്ച് സമയം കൂടെ ഇളക്കി വരട്ടാം. ഇപ്പോ ഇത് വരട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ലൂസായിട്ടുണ്ട്. ഇനി കുറച്ച് കളർ ചേഞ്ച് ആവുന്നവരെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കാം. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. ഒരു നുള്ള് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതും വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. വീണ്ടും ഇളക്കി വരട്ടാം. ഇപ്പോ ഇതിന്റെ കളർ മാറി ലൈറ്റ് ബ്രൗൺ നിറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഇളക്കി വരട്ടാൻ തുടങ്ങിയിട്ട് ഏകദേശം 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായി മുറിച്ച് ചേർക്കാം. ബദാമോ പിസ്തയോ വേണം ചേർക്കാം, ഉണക്കമുന്തിരി വേണം ചേർക്കാം. ഞാനിതിപ്പോ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുക്കാണ്ട് ചേർത്തത്, നെയ്യിൽ വറുത്തിട്ട് വേണം ചേർക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇത് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. എല്ലാം ഒരു ബൗളിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇത് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. ഇത് പഞ്ചസാര മിക്സിയിലിട്ട് 2-3 സെക്കൻഡ് കറക്കി പൊടിച്ചെടുത്താണ്. ഇത് ചേർക്കാം. ഇതെല്ലാം കൂടി ഇനി ഇളക്കി മിക്സ് ചെയ്യാം. ആദ്യം സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് പിന്നെ കൈ കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി കൈ കൊണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇതിപ്പം എല്ലാം കൂടി കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുളയാക്കി ലഡു ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഉരുട്ടി ഇങ്ങനെ ഉരുളയാക്കാം. ലഡുവിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്യാം. എല്ലാം ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലമാവ് ലഡു റെഡിയാണ്. ഇതിന്റെ മേലെ കുറച്ച് പിസ്ത കഷ്ണാക്കിയത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് ഉരുളയാക്കുമ്പം കട്ടി കുറവാന്ന് തോന്നിയാല് കുറച്ച് കടലമാവ് ഒരു പാനിലിട്ട് നെയ്യൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഇതിന്റെ കൂടെ മിക്സ് ചെയ്താൽ മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. Thank you.